എനിക്ക് ആദ്യമേ പറയാനുള്ളത്. കാരണം ഒരുപാട് നിർദ്ദേശങ്ങൾ ഇതിനു മുമ്പ് കൂടിയിട്ടുള്ള ട്രാഫിക് അഡ്വൈസറി യോഗത്തിൽ സമർപ്പിച്ചിട്ടുണ്ട്, തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് നടപ്പാക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രയാസമുള്ളത്. അതുകൊണ്ട് പുതിയൊരു തീരുമാനം വയ്ക്കുന്നതിന് മുമ്പ് നമ്മുടെ പഴയ ഫയൽ പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രം മതി. വേറെ പുതിയൊരു നിർദ്ദേശമോ പുതിയൊരു അജണ്ട വെച്ച് ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല. നമ്മുടെ ഫയലിൽ, ട്രാഫിക്കിൻ്റെ ഫയലിൽ സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശങ്ങളിൽ കാലാകാലങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. ഓണായിട്ട് സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്ക് നടപ്പാക്കാനായിട്ട് പറ്റുന്നത് മാത്രം പറഞ്ഞാൽ മതി. നമ്മൾ കാട് കയറിയിട്ട് ബൈപ്പാസിൻ്റെ കാര്യവും അങ്ങാടിക്കടവിലുള്ള ബൈപ്പാസിൻ്റെയും കൊച്ചി കുണ്ടന്നൂർ ഗ്രീൻഫീൽഡിൻ്റെ കാര്യവും പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമുക്ക് ആവശ്യം ഇവിടെ ഉള്ള രണ്ട് കാര്യമാണ്. ഒന്ന്, പെഡസ്ട്രിയന് കാൽനടക്കാർക്ക് നടക്കാനുള്ള സൗകര്യം ഉണ്ടാവണം. ഒന്ന്, ഇപ്പം എന്താ ചെയ്യണത്? കാൽനടക്കാർക്ക് ഫുട്പാത്ത് ഉള്ളിടത്ത് ഫുട്പാത്തിൽ നിറച്ച് വാഹനങ്ങളാണ്. നമുക്ക് ഈ ഇത് ചർച്ച കഴിയുമ്പോൾ ഒന്ന് ഇറങ്ങി ഒന്നൊരു ആത്മപരിശോധന നടത്താൻ ഒന്ന് നടന്നു നോക്കാം. ഇവിടുന്ന് ഓലിയങ്കാവല വരെ ഒന്ന് നടക്കാം, തിരിച്ച് അങ്ങേ സൈഡിൽ കൂടെ നടക്കാം, തിരിച്ച് നമ്മുടെ എലൈറ്റ് ഹോട്ടലിൻ്റെ ചർച്ച് ജംഗ്ഷൻ വരെ ഒന്ന് നടന്നിട്ട് പോരാം. ഇത്രയും മാത്രം നോക്കിയാൽ മതി, അതിന് പരിഹാരം ഉണ്ടാവും. ചേട്ടാ ഞാൻ പറയട്ടെ, ചേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല. ചേട്ടാ എനിക്ക് പറയാനുള്ളൊരു അവസരം തന്നിട്ട് പറയണത് കേട്ടോ. ഇതാണ് പ്രശ്നം. നമ്മളൊരു യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞാൽ ആർക്കെങ്കിലും അത് കൊള്ളും. അതുകൊണ്ട് തന്നെ സംസാരിക്കേണ്ടെന്ന് കരുതി തന്നെയാണ് വന്നത്. അപ്പോൾ പെഡസ്ട്രിയന് നടക്കാനുള്ള പാത ആദ്യം ഇവിടെ ഉണ്ട്. എല്ലാ റോഡുകളിലും അത്യാവശ്യം വേണ്ട കാൽനടക്കാർക്കുള്ള പാത ഉണ്ട്. ആ കാൽനടക്കാരുടെ പാത ഒന്ന് ഫ്രീ ആക്കി കിട്ടുക. അപ്പോൾ ആരാ ഇത് തടസ്സം ചെയ്യണേ? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, വാഹനങ്ങൾ ഇതിൻ്റെ കുറുകെ ഇട്ട് പാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഒന്നുകിൽ യാത്രക്കാർ, നടക്കേണ്ട ആളുകൾ റോട്ടിൽ കൂടെ ഇറങ്ങി നടക്കണം. അപ്പോൾ ഫ്ലോ കുറയും, സ്ലോ ആവും. ഒന്ന്. രണ്ടാമത്, ഇതല്ലെങ്കിൽ കടയുടെ അകത്തേക്കൂടെ കയറി എന്ന് വെച്ചാൽ വട്ടമിട്ടേക്കണേ കാൽനട ക്രോസ് ചെയ്ത് അത് മാറ്റണം. ഒന്ന്, അത് നിർബന്ധമുള്ള കേസ്. അതുപോലെ കച്ചവടക്കാരുടെ അദ്ദേഹം ജോണി ചേട്ടൻ പറഞ്ഞു ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചില പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. റിവേഴ്സ് എടുക്കുന്നത് തന്നെയല്ല, വണ്ടികൾ കൊണ്ടുവന്ന സ്ഥാപനങ്ങളുടെ മുമ്പിൽ പകുതി റോട്ടിലും പകുതി കടയുടെ മുമ്പിലും പകുതി സ്ലാബിൻ്റെ മുകളിലായിട്ട് കിടക്കണേ. ഞാൻ കാണിച്ചു തരാം, ഉദാഹരണ സഹിതം ഇപ്പോഴും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനൊക്കെയാണ് ആദ്യം പരിഹാരമുണ്ട്. പിന്നെ ബസ്സിനെ പറ്റി പറഞ്ഞു. കാരണം 150 ബസ് ഇവിടെ ഓടണ്ടെങ്കിൽ ഏകദേശം 1,00,000-ൽ പരം ആളുകൾ അതിനകത്ത് ഒരു മിനിമം അതിൽ കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാം ഒന്നും ഞങ്ങൾ തേഞ്ഞവരാണെന്നൊന്നും ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല, പറയില്ല. കുറ്റങ്ങളുണ്ട്. പിന്നെ ബസ് വട്ടം വെച്ച് വേറെ ആരും ഓവർടേക്ക് ചെയ്യാൻ പറ്റാത്തത്, അത്തരം സംസാരങ്ങൾ നമ്മൾ പറയുമ്പോൾ നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കേണ്ട പോലീസ്, മോട്ടോർ വാഹന വകുപ്പുണ്ട്. അവർ നിയമം അവർ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ അവർ ചെയ്യുന്നുണ്ടോയെന്ന് വെച്ചാൽ അവർക്ക് സ്ട്രെങ്ത് ഇല്ല, പോലീസിൻ്റെ സ്ട്രെങ്ത് ഇല്ല. MPDക്ക് അവരുടെ ഓഫീസിലെ കാര്യങ്ങളായിട്ട് നോക്കാൻ നേരമില്ല. ബസ്സിൻ്റെ പിന്നാലെ മാത്രം നോക്കി നടക്കാൻ പറ്റില്ല. എല്ലാ വാഹനങ്ങളും ഒരേപോലെ ട്രീറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയണത്. അപ്പോൾ അതിനകത്ത് നമ്മുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജോണി ചേട്ടൻ പറഞ്ഞ പോലെ ഒന്ന് TB ജംഗ്ഷനാണ് അങ്കമാലിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു സ്ഥലം. TB ജംഗ്ഷനിൽ 4 പാടുന്നും വന്ന് വണ്ടികൾ, ഇപ്പോൾ നമ്മുടെ ബോൾ ജോറിനൊക്കെ അറിയാം, ഇടയ്ക്ക് ഫേസ്ബുക്കിലൊക്കെ ഇടുന്നതാണ്. അതായത് നമ്മുടെ TB ജംഗ്ഷൻ പ്രശ്നം പരിഹരിക്കാനായിട്ട് ആരും ശ്രദ്ധിക്കുന്ന പോലുമില്ല. അതുപോലെ തന്നെ ഇവിടെ പ്രശ്നം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണുന്ന ഒരു കാര്യം, നമ്മുടെ ഓലിയങ്കപ്പേള ജംഗ്ഷൻ അവിടെ നിന്ന് വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഹോളി ഫാമിലി വരുന്ന റോഡ് അത്യാവശ്യം നല്ല റോഡായതുകൊണ്ട് അതിൽ ട്രാഫിക് കൂടുതലാണ്, യാതൊരു നിയന്ത്രണവും ഇല്ല. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറാണ്. കഴിഞ്ഞ ദിവസം അതിൽ പോയി കഴിഞ്ഞപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഒരു ഇഞ്ച് അതിൽ കടക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഇവിടെ അവിടെ പോലീസിൻ്റെ സേവനം ഒരിക്കലും കിട്ടാറില്ല. പിന്നെ നമ്മുടെ ചർച്ച് ജംഗ്ഷനിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അവിടെയൊന്നും നമുക്ക് ആർക്കും പരിഹരിക്കാൻ പറ്റുന്നില്ല. ഇതിനിടയിൽ പെട്ട് ഈ ബ്ലോക്ക് വരുമ്പോൾ പ്രൈവറ്റ് ബസ്സിൻ്റെ കാര്യം എല്ലാവരും കാണുന്നത്, ഒരു ബസ് വലിയ സാധനമാണ്, അത് റോഡ് നിറച്ച് ഇങ്ങനെ പൊക്കവും നീളവും വീതിയായിട്ട് പോകുമ്പോൾ ആര് കുറ്റം ചെയ്താലും അതിൻ്റെ പഴി വന്ന് ചെയർമാൻ കേൾക്കണ്ടോ, അതിൻ്റെ പഴി വന്ന് കയറണത് കാണുന്നവരുടെ മുമ്പിൽ കാണുന്നത് ഈ ബസ്സാണ് കാണുന്നത്. ഒന്നുകിൽ ഏതെങ്കിലും ഒരു ബസ്, മേരി മാതാവെന്നോ സെൻറ്റ് മേരിന്നോ ഏതെങ്കിലും ഒരു ബസ്. അതെ ചെയർമാനെ, അത് തന്നെയാണ് നമ്മളുടെ ആ ലോകത്തിൻ്റെ ആ ഒരു പോക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞു കുറ്റക്കാരൊന്നും വല്ല തെറ്റില്ല എന്നൊന്നും പറയാനില്ല. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ വരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഞാൻ ബ്രീഫ് ചെയ്യാണ്. ഇതിനകത്ത് വരുന്നത് ഉദ്യോഗസ്ഥർ, പോലീസ് ഇറങ്ങണം, ജനങ്ങൾക്ക് വേണ്ട പോലീസ് ആരെ പേടി? ഇപ്പം നമ്മൾ കഴിഞ്ഞ അവസാനം കൂടിയ യോഗത്തിനകത്ത് മുകളിൽ ഹാളിലിരുന്ന് കൂടിയ യോഗത്തിനകത്ത് കൃത്യമായിട്ട് ക്യാമ്പ് ഷെഡ് റോഡ് ഒരു സൈഡ് പാർക്കിംഗ് അനുവദിക്കാമെന്ന് പറഞ്ഞു.
സത്യത്തിൽ പാർക്കിംഗ് അനുവദിക്കാൻ പാടുള്ള തെറ്റയിൽ ജോസ് തെറ്റയിൽ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഒരിക്കലും സമ്മതിക്കില്ല. കാരണം അദ്ദേഹം പറയുന്നത് മാത്രമല്ല, റോഡ് പണിതത് വാഹനങ്ങൾക്ക് പോകാനാണ്, പാർക്കിങ്ങിന് സ്ഥലത്തിന് വേണ്ടിയിട്ടല്ല. സങ്കുചിതമായ ഒരു ചിന്താഗതിയാണ്. റോഡ് ഇത്രയും പൈസ മുടക്കി പണിതിട്ട് അവിടെ കൊണ്ടുവന്ന് ഒരു ലൈൻ പാർക്കിംഗ് കൊടുക്കാമെന്ന്. ഇന്നൊരു ലൈൻ കൊടുത്താൽ അത് ഔദ്യോഗികമാവും, നാളെ അപ്പുറത്ത് ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ വരുമ്പോൾ അവനൗദ്യോഗികമാവും. മാർക്ക് ചെയ്ത് ഈ കൊച്ചിൻ കോർപ്പറേഷനിൽ ചെയ്യുന്ന പോലെ പാർക്കിംഗ് ഫീസ് മേടിച്ച് 1 മണിക്കൂർ നിർത്താം, 2 മണിക്കൂർ, അപ്പോൾ അധികം പേര് പാർക്കിലേക്ക് പേ പാർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി നടപ്പാക്കിക്കോ, ശരി. പക്ഷെ അതിന് കാര്യക്ഷമമായിട്ട് അതിനെ നിലനിർത്താനും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഉള്ള ആളുകൾ വേണം. ആശയം ഇതാണ് ഞാൻ പറഞ്ഞത്. നല്ല ആശയം തന്നെയാണ്. ഏതെങ്കിലും വീതിയുള്ള സ്ഥലത്ത് ഒക്കെ നോക്കിയിട്ട് കുറച്ച് സ്ഥലം പരിമിതപ്പെടുത്തി കൊടുക്കും. ഒരു വണ്ടിക്ക് പാർക്ക് ചെയ്യാനായിട്ട് നഗരസഭയ്ക്ക് കൊടുക്കാനിപ്പോൾ കഴിയുന്നില്ല. വ്യാപാരികളുടെ ഔദാര്യമാണ് പറയുന്നത്. ആയിക്കോട്ടെ, അത്രയെങ്കിലും നല്ലത്. പക്ഷെ നഗരസഭയ്ക്ക് ഒരു ഗ്രൗണ്ട്, ഒരു സ്ഥലം കൊടുക്കാനായിട്ട് നിർദ്ദേശിക്കാൻ പറ്റാത്തൊരു വിഷമമാണ്. അപ്പോൾ ഈ ഓണക്കാലത്ത് മാത്രം ആക്കി ചുരുക്കരുത്. ഇത് ത്രൂ ഔട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് ആവണം. നമുക്ക് ഉള്ള സ്ഥലത്ത് നിന്ന് ആളുകളെ ഇത് പഠിപ്പിക്കേണ്ടി വരും. ഇത് മാത്രമേ പറയാനുള്ളൂ. വേറെ പുതിയൊരു നിർദ്ദേശം വയ്ക്കാനില്ല.